ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചെമ്പരത്തിയുടെ ജെൽ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെമ്പരത്തിയുടെ ജെല്ല് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ചെമ്പരത്തിയുടെ ജെല്ല് സെയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ ചെമ്പരത്തിയുടെ ജെൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇനി ഒരു ചെമ്പരത്തിയുടെ ജെല്ല് കൊണ്ട് നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നമുക്ക് സ്കിന്നിലും നമ്മുടെ ഹെയറിലും യൂസ് ചെയ്യാവുന്നതാണ്. മുടി കൊഴിച്ചിൽ മാറാനും മുടിക്ക് നല്ല ഷൈനിങ് കിട്ടാനും നല്ല കറുപ്പ് കളറ് കിട്ടാനും താരൻ മാറി കിട്ടാനും മുടി നന്നായിട്ട് വളരാനും പുതിയ മുടികളൊക്കെ വളരാനും ഒക്കെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണിത്. പിന്നെ മുഖത്ത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ മുഖക്കുരുവിൻ്റെ പാടുകളൊക്കെ മാറിക്കിട്ടും. മെയിനായിട്ടും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എന്ത് തരം പാടുകളും മാറിക്കിട്ടാൻ ഏറ്റവും നല്ലതാണ് ചെമ്പരത്തിയുടെ ജെല്ല്. പിന്നെ നിറം വയ്ക്കാനും ഇതൊരുപാട് സഹായിക്കുന്നതാണ്. പിഗ്മെൻറ്റേഷൻ മാറിക്കിട്ടാനും സ്കിന്നിലുള്ള കരിവാളിപ്പൊക്കെ മാറിക്കിട്ടാനും ഒക്കെ സഹായിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ചെമ്പരത്തി. അപ്പം ലേറ്റ് ആക്കാതെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ജെല്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഒട്ടും നനവൊന്നുമില്ലാത്ത ഒരു പാത്രം നിങ്ങൾ എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. അപ്പം ഞാനിവിടെ ഡാബറിൻ്റെ റോസ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ റോസ് വാട്ടർ ഈ പാത്രത്തിലേക്ക് എടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെമ്പരത്തിയാണ്. അപ്പം ഞാൻ സാധാരണയായിട്ട് ഉണങ്ങിയ ചെമ്പരത്തി വെച്ചിട്ടാണ് ജെല്ല് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ചെമ്പരത്തി ഞാൻ ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു റോസ് വാട്ടറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചെമ്പരത്തിയും ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കണം. ഇങ്ങനെ ഒരു 15 മിനിറ്റ് വെക്കുന്ന സമയത്ത് തന്നെ ചെമ്പരത്തിയുടെ ഗുണങ്ങളും അതിൻ്റെ ആ ഒരു കളറും ഒക്കെ നമുക്ക് കിട്ടും. നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ കളർ മാറി വരും. ഇതായി കാണുന്ന രീതിയിൽ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഗ്ലിസറിനാണ്. അപ്പോൾ കുറച്ച് അളവിൽ ഗ്ലിസറിനും എടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഗ്ലിസറിനിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സാന്തങ്കമാണ്. ഇത് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതായത് ഈ ഒരു ചെമ്പരത്തിയുടെ വെള്ളം ജെല്ലാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ആവശ്യമാണ്. ജെല്ലിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. സാന്തങ്കമ്മിന് പകരമായിട്ട് വേറെയും ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. അതായത് കാർബോമർ, കാർബോപോൾ ഇതൊക്കെ ജെല്ലാക്കിയിട്ട് മാറ്റാൻ സഹായിക്കുന്നതാണ്. പക്ഷേ സാന്തങ്കം ഒരു പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കെമിക്കൽ കുറയ്ക്കാൻ പറ്റും. ഇനി എടുത്തു വെച്ചിട്ടുള്ള ഗ്ലിസറിനിലേക്ക് ഈ ഒരു സാന്തങ്കമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സാന്തങ്കം വെള്ളത്തിലൊന്നും പെട്ടെന്ന് മിക്സ് ആയി കിട്ടില്ല. പക്ഷേ ഗ്ലിസറിനുമായിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടും. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ എടുക്കുന്ന പാത്രത്തിലോ അല്ലെങ്കിൽ സ്പൂണിലോ ഒന്നും ഒരു തരി വെള്ളം പോലും പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ചീത്തയായിപ്പോവും. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി ഇത് കുറച്ച് സമയത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ചെമ്പരത്തിയുടെ വെള്ളം അരിച്ച് മാറ്റി വയ്ക്കണം. ഇപ്പോൾ തന്നെ നല്ല കളറായി വന്നിട്ടുണ്ട് ചെമ്പരത്തിയുടെ. നമ്മൾ എടുക്കുന്ന പൂവിൻ്റെ കളറിനനുസരിച്ചിരിക്കും നമ്മുടെ ജെല്ലിൻ്റെ കളറും കേട്ടോ. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു അരിപ്പ വെച്ചിട്ട് ചെമ്പരത്തിയുടെ വെള്ളം ഇതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇത്രയും വെള്ളമുണ്ട്. അപ്പോൾ ഈ ഒരു അളവിലായിരിക്കും നമുക്ക് ജെല്ല് കിട്ടുന്നത്. ഏകദേശം ഒരു 100 ഗ്രാം എന്നുള്ള അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സാന്തങ്കമ്മിൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയും വേണം. സ്പൂൺ
വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് മിക്സ് ആയി കിട്ടില്ല കേട്ടോ, ഒരു 2 മണിക്കൂറെങ്കിലും സമയം വേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക, ഒരു 2 മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 2 മണിക്കൂർ നേരത്തേക്ക് അടച്ചു വയ്ക്കുക. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ജെല്ല് പോലെ ആയി വരുന്നുണ്ട്, പക്ഷേ ഒരു കട്ടകട്ട പോലെയാണ് ഇരിക്കുന്നത്. ഇനി ഇത് ഞാനൊരു 2 മണിക്കൂർ നേരത്തേക്ക് അടച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു, നമ്മുടെ ചെമ്പരത്തിയുടെ ജെല്ല് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ആ ഒരു ജെല്ലിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അലോവേര ജെല്ലിനേക്കാളും എല്ലാവർക്കും കുറച്ചും കൂടെ ഇഷ്ടപ്പെടുന്ന ഒരു ജെല്ലായിരിക്കും ചെമ്പരത്തിയുടെ ജെല്ല്. അത്ര തന്നെ ഗുണങ്ങളും ഉണ്ട്. അത് കൂടാതെ കാണാനും നല്ല ഭംഗിയാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ അലോവേരയുടെ ജെല്ലും ചെമ്പരത്തിയുടെ ജെല്ലും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ രണ്ടിൻ്റെയും ഗുണങ്ങൾ നമുക്ക് കിട്ടും. നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഈ ഒരു ജെല്ല് പാകമായിട്ട് വരുന്നത്. ഇനി ഇത് നമുക്ക് വേറൊരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ജെല്ല് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ യൂസിങ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് സ്കിന്നിൽ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. വളരെ കുറഞ്ഞ അളവിൽ എടുത്താൽ മതി. നമ്മുടെ മുഖത്ത് മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ മതി. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തപ്പോൾ കുറച്ച് കൂടി പോയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും എടുക്കുന്ന സമയത്ത് സ്പൂൺ ഉപയോഗിച്ചിട്ട് മാത്രം എടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായിപ്പോവും. അപ്പോൾ കുറച്ച് മാത്രം എടുത്തിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സ്കിന്നിലേക്ക് അത് ഫുള്ളായിട്ട് അബ്സോർബ് ആവണം, എങ്കിലേ നിങ്ങൾക്ക് അതിൻ്റെ ഫുള്ളായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ കുറച്ച് മസാജ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഒരു 5 മിനിറ്റൊക്കെ എടുത്ത് മസാജ് ചെയ്യുന്ന സമയത്താണ് ഇത് ഫുള്ളായിട്ട് അബ്സോർബായി കിട്ടുക. പിന്നെ അപ്ലൈ ചെയ്യേണ്ടത് രാത്രിയാണ്. രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് രാവിലെ കഴുകി കളയുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. നിങ്ങളുടെ സ്കിന്നിൽ എന്തായാലും നല്ല ചേഞ്ച് തന്നെ വരുന്നതാണ്. സ്കിന്ന് നിറം വയ്ക്കാനും പാടുകൾ മാറിക്കിട്ടാനും മുഖക്കുരു മാറിക്കിട്ടാനും ഈവൻ സ്കിൻ ടോൺ കിട്ടാനും പിഗ്മെൻറ്റേഷൻ മാറാനൊക്കെ സഹായിക്കുന്നതാണിത്. അപ്പോൾ ചെമ്പരത്തിയുടെ ജെല്ല് ഉണ്ടാക്കുന്നതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്